ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകാറാവുകയാണ്. അതിനു മുൻപ് ഒരു റിപ്പോർട്ട് കൂടി നോക്കാം. ഭരതനാട്യത്തിൽ ദേശീയ പുരസ്കാരം നേടി ആലപ്പുഴ സ്വദേശി ജാനകി രാജ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന മത്സരത്തിലാണ് 3000 മത്സരാർത്ഥികളെ പിന്തള്ളി ആലപ്പുഴ സ്വദേശിയായ ട്രാൻസ് വുമൻ പുരസ്കാരം നേടിയത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇവർ നൃത്തരംഗത്ത് സജീവമാണ്. റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടിന് ശേഷം മോർണിംഗ് റൗണ്ടപ്പിൽ സിന്ധൂരി ചേരും. The next Natwar Gopikrishna National Award 2024 goes to Janaki Raj for Bharatnatyam. ഛത്തീസ്ഗഡിലെ റൈപൂരിൽ നടന്ന 16ാമത് നട്വർ ഗോപികൃഷ്ണ ദേശീയ നൃത്തോത്സവത്തിലാണ് കണിച്ചൂളങ്ങര സ്വദേശി ജാനകി രാജിന് ഭരതനാട്യത്തിൽ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് വരുന്ന മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ജാനകി രാജ് എന്ന ട്രാൻസ് വുമൻ പുരസ്കാരം നേടിയത്. അവിടുത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് ഭരതനാട്യം മാത്രമല്ല, ഭരതനാട്യം ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, കൂച്ചിപ്പുടി ഉണ്ടായിരുന്നു, കഥക്ക്, ഒഡീസി, മണിപ്പൂരി, അങ്ങനെയുള്ള പല പല കാറ്റഗറീസിലുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറീസിലും ഈ അവാർഡ് കൊടുക്കുന്നതാണ്, അതായത് ഇന്ത്യ നാഷണൽ അവാർഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഭരതനാട്യം കിട്ടിയത് എനിക്കാണ്. 20 വർഷത്തിലധികമായി നൃത്തരംഗത്ത് സജീവമാണ് ജാനകി. വിദേശത്തായിരുന്നു ഞാൻ കൂടുതലും ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 15 ഇയേഴ്സോളം നമുക്ക് നാട്ടിലുണ്ടായിരുന്നില്ല. പല പല സ്ഥലത്തായിട്ടുണ്ടായിരുന്നു. ഞാൻ US-ലുണ്ടായിരുന്നു, ലണ്ടനിലുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു, യൂറോപ്പിലുണ്ടായിരുന്നു, പാരീസിലുണ്ടായിരുന്നു, സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്നു, ബാങ്കോക്കിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൺട്രീസിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പ്രൈം ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. ഡിസംബർ 28 നടക്കുന്ന ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജാനകി രാജ്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.